തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇനി ഒരു ദിവസം കൂടി കാണുവാനൊക്കെ ദൈവം നമ്മെ സഹായിച്ചു. ആ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഇന്നത്തെ നമ്മുടെ ഈ ദിവസത്തെ ആരംഭിക്കുന്നതിന് മുൻപായിട്ട് ദൈവവചനത്തിന് സ്വല്പമായി ചിന്തിപ്പാനൊക്കെ വേണം. ഇന്ന് തിരഞ്ഞെടുക്കുന്ന വേദഭാഗം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിൽ 38-ാമത്തെ വാക്യമാണ്. ഞാനത് ഇപ്രകാരം വായിക്കുന്നു. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്ന് പ്രാർത്ഥിപ്പീൻ. ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനമത്രേ എന്ന് പറഞ്ഞു. ഞാനതൊന്നുകൂടെ വായിക്കാം. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്ന് പ്രാർത്ഥിപ്പീൻ. ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനമത്രേ എന്ന് പറഞ്ഞു. ഈ പറയപ്പെട്ട വാക്യം നമുക്കറിയാം. നമ്മളൊക്കെയും പാപത്തിന് ശേഷം ബലഹീനരാണ്. എന്ന് പറഞ്ഞാൽ പരീക്ഷകൾ വരുമ്പോൾ അതിനെ നേരിടുവാൻ തക്കമുള്ളതായ സ്വയമായിട്ടുള്ള കഴിവുകൾ ഒന്നും തന്നെയില്ല. ഈ ലോകത്തിൽ നമുക്ക് ഉള്ള ഒരു പ്രശ്നം, അതായത് നാം പല കാര്യങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ കാണുമ്പോൾ അതാണ് ശരി, അല്ലെ അതാണ് ശരി എന്നുള്ളൊരു ചിന്താഗതി വരാറുണ്ട്. എന്നാൽ അത് എന്താണെന്നറിയാമോ, ദൈവത്തിൻ്റെ വചനത്തെ അനുസരിച്ച് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം പലതരത്തിലുള്ള മനുഷ്യൻ്റെ ആശയങ്ങൾ അത് പലപ്പോഴും നമ്മെ ആശയക്കുഴപ്പത്തിലേക്ക് നയിക്കും. അപ്പോൾ ഇവിടെ ഈ പറയപ്പെട്ട വാക്യത്തിൽ നാം വായിച്ചെന്താണ്? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ച് ഉണർന്ന് പ്രാർത്ഥിപ്പീൻ. ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനമത്രേ. അപ്പോൾ നമ്മുടെ ഈ ജഡീയമായ നമ്മുടെ ശരീരം, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പലപ്പോഴും ബലഹീനത അനുഭവപ്പെടാറുണ്ട്. ആയതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് എതിരാളിയായിട്ടുള്ളൊരു വ്യക്തിയുണ്ട്. അതാരാണ്? മറ്റാരുമല്ല, സാത്താനാണ്. ഈ സാത്താൻ നമ്മെ എങ്ങനെയെങ്കിലും വഞ്ചിച്ച് അവൻ്റെ വഴിയിലേക്ക് ആക്കുവാൻ തക്കവണ്ണം ഉള്ള അനവധിയായ ഉപാധികൾ നോക്കുന്നുണ്ട്. അതിലൊന്നാണ് പല മനുഷ്യരും ഈ ഡിസാറ്റിസ്ഫൈഡ്, അല്ലെ അവർക്ക് എല്ലാ കാര്യത്തിലും സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതെ കഴിയുന്നവരുണ്ട്. അപ്പം അങ്ങനെയുള്ള പീപ്പിൾ എന്ത് ചെയ്യുന്നു? അതേ ചിന്താഗതിയുള്ള ആൾക്കാരുമായിട്ട് അവർ ഒത്തൊരുമിച്ച് കൂടി ദൈവ വഴികളെ തടയുവാനൊക്കെ ഉണ്ട്. ദൈവവഴി എന്നുള്ള ഭാവത്തിൽ ദൈവത്തിൻ്റെ വചനം തന്നെ കോട്ട് ചെയ്തുകൊണ്ട് അത് ശരിയല്ല, ഇത് ശരിയല്ല എന്ന് മനുഷ്യനെ പിന്തിരിപ്പിപ്പാനൊക്കെ പരിശ്രമിക്കാറുണ്ട്. ഉദാഹരണമായി കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാലത്ത് നമുക്കറിയാം ശാസ്ത്രിമാരുണ്ടായിരുന്നു. വളരെ പഠിത്തമുള്ളവരാണ്. പരീശന്മാരുണ്ടായിരുന്നു. അവർ പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് ആഴമായി പല കാര്യങ്ങൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ടിരുന്നൊരു ഗ്രൂപ്പാണ്. പക്ഷേ ഇവർ യേശു വന്നപ്പോൾ അവരെന്താണ് ചെയ്തത്? അവർ റിബല്യസ് ആയിട്ട് നിന്നു. അവർ യേശുവിനെ അംഗീകരിക്കുവാനോ യേശു ദൈവപുത്രനാണെന്ന് മാനിക്കുവാനോ ഉള്ളതായ യാതൊരു താല്പര്യം ഇല്ല. അപ്പോൾ അങ്ങനെ ഈ വ്യാജ നവീകരണ കർത്താക്കൾ ഇന്ന് നമ്മുടെ ഇടയിൽ അനവധിയുണ്ട്. അപ്പോൾ അവർ ചെയ്യുന്നതാണെന്നറിയാമോ? അവരുടേതായ ആശയത്തെ ദൈവവചനവുമായി കോട്ട് ചെയ്ത് അത് തെറ്റിദ്ധരിപ്പിക്കാൻ ഇടയാക്കി തീർന്നു. അപ്പോൾ അതിനുവേണ്ടി നാം എന്താണ് ചെയ്യേണ്ടത്? ദൈവത്തിൻ്റെ വചനം നന്നായി പഠിക്കുക, അത് പരിശോധിക്കുക, അതിന് പ്രകാരം ജീവിപ്പാൻ തക്കവണ്ണം നാം പരിശ്രമിക്കണം. കാരണം പ്രത്യേകിച്ച് ഇവിടെ പറയുമ്പോൾ പിശാച് വളരെ ശക്തിയോടെ തീത്തോസിൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, സാത്താൻ എങ്ങനെ പ്രതിയോഗിയായ സാത്താൻ എങ്ങനെ നമ്മെ വിഴുങ്ങേണ്ടു എന്നുള്ള ഭാവത്തിൽ ഓടി നടക്കുകയാണ്. കാരണം ഇനി അധികം സമയമില്ല അവന്. അതുകൊണ്ട് നാം എന്താണ് ചെയ്യേണ്ടത്? വളരെ ജാഗ്രതയോടുകൂടി ഇരിക്കുക. അതാണല്ലോ ഇന്നത്തെ വാക്യത്തിൽ നാം കേട്ടത്. എന്താണ്? അതായത് പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്ന് പ്രാർത്ഥിപ്പീൻ. ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനമത്രേ. ആയതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുമേ കണിശമായിട്ടും നിങ്ങളുടെ ജീവിതങ്ങളിൽ ഈ ഒരു ദിവസം ആരംഭിക്കുന്നതിന് മുൻപായി ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ കർത്താവിൻ്റെ വരവടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് അതിനായി ഒരുങ്ങാനൊക്കണം, അതായത് പിശാചിനെ എതിർത്ത് നിൽക്കാനൊക്കണം നാം തമ്മിൽ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തുകയും അങ്ങനെ ദൈവത്തിൽ നിന്ന് നന്മ പ്രാപിച്ച് അനുഗ്രഹം പ്രാപിച്ച് ശക്തി പ്രാപിച്ച് ജീവിക്കാൻ ദൈവം നമ്മെ ഓരോരുത്തരും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചെറിയ ധ്യാന യോഗത്തിൽ ഞാൻ വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യും ഞങ്ങളുടെ സ്വർഗീയ വാഴ്ത്തപ്പെട്ട ദൈവമേ, അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങൾ തന്നെ താഴ്ത്തി സമർപ്പിക്കാവുന്നു. ഈ ദിവസം ഞങ്ങൾ കാണുവാനൊക്കെ സഹായിച്ചു. അത് നന്ദിയോടെ സ്തോത്രം. അവിടുത്തെ കൃപയിൻ കീഴിൽ താണിരുന്നുകൊണ്ട് നന്ദിയുള്ളവരായി ജീവിപ്പാനും അടികളാവത് പിശാചിനോട് എതിർത്തുന്നുണ്ട് ജീവിപ്പാനും കർത്താവ് സഹായിക്കണമേ. അവിടുത്തെ ശക്തി അടികൾക്ക് സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. എല്ലാം യേശുവിൽ കൂടെ താഴ്മയോടും വിനയമായി ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.